Today I am going to discuss about Deepa Malik. Welcome to the Wheelchair of Change. This is actually an interview given by Deepa Malik to the Hindu's sports star. At the very beginning, she is saying that I came into the world of sports not with the mindset of a sports personality. ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റി ആകുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരുന്നില്ല ഞാൻ ഈ സ്പോർട്സ് വേൾഡിലോട്ട് വന്നത്. പക്ഷേ എന്തായിരുന്നു, ഇറ്റ് വാസ് മോർ എബൌട്ട് എ സോഷ്യൽ ഔട്ട്ലുക്ക്. ഇറ്റ് വാസ് എ സോഷ്യൽ കോസ് ഫോർ മീ. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഒരു സോഷ്യൽ പർപ്പസ് എനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Then I found purpose in the sporting world because the policies were not in order. I would probably call myself more of a sports activist than a sports person. ഒരു സ്പോർട്സ് ആക്ടിവിസ്റ്റ്, ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തക എന്ന രീതിയിൽ അറിയപ്പെടാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ദാൻ എ സ്പോർട്സ് പേഴ്സൺ. പാരാലിമ്പിക്സ് മെഡൽ വിന്നിംഗ് അത്ലറ്റ് ദീപ മാലിക് ഇൻ കോൺവെർസേഷൻ വിത്ത് ദ സ്പോർട്സ് സ്റ്റാർ. ഹിന്ദു ന്യൂസ് പേപ്പറിൽ സ്പോർട്സ് സ്റ്റാറിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണിത്. അപ്പോൾ അവിടെ പാരാലിമ്പിക്സ് നമുക്കറിയാം, അംഗപരിമിതരുടെ ഒളിമ്പിക്സാണ് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. അവിടെ ദീപ മാലിക് ഒരു ഇന്ത്യൻ അത്ലറ്റാണ്. 30 വയസ്സായിരുന്ന സമയത്ത് ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതാണ്. ദീപ മാലിക് അറിയപ്പെടുന്നത് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ മെഡൽ ഇൻ പാരാലിമ്പിക് ഗെയിംസ്. അതായത് 2016 സിൽവർ മെഡൽ ജേതാവാണ്. സമ്മർ പാരാലിമ്പിക് ഷോട്ട് പുട്ടിലാണ് മെഡൽ കിട്ടിയത്. അതേപോലെ 42 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് മിക്ക സ്പോർട്സ് താരങ്ങളും അവരുടെ ആ ഒരു സ്പോർട്സ് ലൈഫിൽ നിന്ന് റിട്ടയർ ആയിട്ട് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഒതുങ്ങിക്കൂടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ ദീപ മാലിക്കിൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ബിഗ്ഗർ ഡ്രീംസ് ആയിരുന്നു ആ ഒരു സമയത്ത് ദീപ മാലിക്കിന് ഉണ്ടായിരുന്നത്. എഗെയിൻ ഷീ ഈസ് കോളിങ് ഹെർസെൽഫ് ആസ് എ സ്പോർട്സ് ആക്ടിവിസ്റ്റ്. അതായത് ദീപ മാലിക്കിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇൻ ഓർഡർ ടു സീ ഇന്ത്യ ബിക്കം എ ഡിസേബിൾഡ് ഫ്രണ്ട്ലി കൺട്രി. പാരാലിമ്പിക്സിൽ ദീപ മാലിക്കിന് മെഡൽ അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ട്. ആ ഒരു ഹാർഡ്ഷിപ്സും കൂടി ആണ് ഇവിടെ ദീപ മാലിക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പറയുന്നത്, അതായത് ദീപ മാലിക് തൻ്റെ ലൈഫിൽ ഒരുപാട് ഗോൾസ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള തൻ്റെ ലൈഫിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വീട് വാങ്ങുക, പിന്നെ തൻ്റെ ഫാദറിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യുക, ഇതൊക്കെ തൻ്റെ ഒരു വലിയ സ്വപ്നങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ നമ്മളുടെ സ്പോർട്സ് സ്റ്റാറിൻ്റെ മുമ്പിൽ ഈ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതും ഇതുവരെയുള്ള തൻ്റെ ജേണീനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും. അതേപോലെ തൻ്റെ കാര്യം മാത്രമല്ല, തന്നെപ്പോലെയുള്ള പാരാ അത്ലറ്റുകളുടെ സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതായത് തൊട്ടടുത്ത വർഷം പാസ്സാക്കിയ കായിക ബജറ്റ്, അതിൽ പാരാ അത്ലറ്റിക്കുകളുടെ കാര്യം ഏത് രീതിയിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. You have said before in an interview that disability brought focus into your life. But what was the reason behind taking up sports? തൊട്ട് മുമ്പ് നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസബിലിറ്റി എന്ന് പറയുന്നതിൽ ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുക, ആ ഒരു ഏരിയയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് സ്പോർട്സ് നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് പറയുകയാണ്, ഐ വാസ് ക്രാവിങ് ഫോർ എ ന്യൂ ഐഡൻറ്റിറ്റി. ഒരു ന്യൂ ഐഡൻറ്റിറ്റി അറ്റൈൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതായത് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു രോഗി എന്നുള്ളതായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉള്ളത്. അതായത് സാധാരണ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തമോ എന്തെങ്കിലും ഒരു സങ്കടമോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിനി അങ്ങോട്ടേക്കൊന്നും അറ്റൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ആ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് മാറ്റണം. ഇത്രയും കാലം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണെന്നാണ് പറയുന്നത്.
ഞാനൊരു സംരംഭക ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതേപോലെ പല ചടങ്ങുകളിലും ഞാൻ പ്രധാന വേദികളിൽ പങ്കെടുക്കും. എനിക്കിപ്പം ഒരു ഡാൻസ് ചെയ്യാൻ എനിക്ക് കഴിയില്ലെങ്കിലും ഞാൻ അവിടെ മാസ്റ്റർ ഓഫ് സെറിമണി ആകും. എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ ആക്റ്റീവ് ആക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. There was an image of me that I was unwell in the wheelchair. I was sad, so I needed to do something, and in that something, sports become a major part. പിന്നെ ദീപ മാലിക് പറയാണ്, എന്നെപ്പറ്റി നിങ്ങൾക്കൊരു ഇമേജ് ഉണ്ടാവും. അതായത് ഞാൻ ഒരു വീൽ ചെയറിലിരിക്കുന്ന വളരെ സങ്കടകരമായിട്ടുള്ള മുഖത്തോടു കൂടി ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് എന്ന രീതിയിൽ ഒരു ഇമേജ് ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകുക. ഞാൻ തീരുമാനിച്ചു ആ ഒരു ഇമേജ് മാറ്റണം. അതുകൊണ്ട് എനിക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയൊരു ഏരിയ എന്ന് പറയുന്നത് സ്പോർട്സ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിന്നെ പല മേഖലകളിലും ശ്രമിച്ചിട്ടുണ്ട്. റാലിസ്റ്റ്, അതേപോലെ ബൈക്കർ ആവാൻ ശ്രമിച്ചു, സ്വിമ്മിങ്, അങ്ങനെ പല ഫീൽഡും ഞാൻ ഒരു മനസ്സുകൊണ്ട് ശ്രമിച്ചു. പക്ഷേ അവിടെ ഒക്കെ എനിക്ക് പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ സ്പോർട്സിൽ എനിക്ക് പറ്റിയ കുറേ ഏരിയാസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ശരിക്കും ഐ വാസ് റോക്കിംഗ് ഇൻ ദ ചെയർ, ആ രീതിയിലാണ് പറയുന്നത്. സാഡ്നെസ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഓൾസോ ഐ ഹാവ് സീൻ ദ വേൾഡ് വാക്കിംഗ് ആൻഡ് ദെൻ ടു സീ ഹൗ ദ സൊസൈറ്റി അറൗണ്ട് യു റിയാക്ട്സ് ടു ഡിസബിലിറ്റി. അതായത് ലോകം ഇന്ന് ആ ഒരു കാലചക്രത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെപ്പോലെയുള്ള പലരും ഒരു ഡിസബിലിറ്റി, ആ ഒരു ഡിസബിലിറ്റി ഉണ്ട്. അതും കൊണ്ട് ഞങ്ങളും ഈ ഒരു കാലചക്രത്തോടു കൂടെ ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ എങ്ങനെ കാണും, എന്നെ ഉൾപ്പെടെയുള്ള ഇതേപോലെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലാണ് ഞാനിനി ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി അങ്ങോട്ടേക്കുള്ള എൻ്റെ ഒരു ലൈഫിലെ മിഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ശരിക്കും ദൈവം കനിഞ്ഞ് എനിക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇന്നുള്ളത്. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ വളരെ സങ്കടത്തിലാണ്, പക്ഷേ അങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ ഇന്ന് പാരലൈസ്ഡ് ആണെങ്കിലും എനിക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടെങ്കിലും എനിക്കുള്ള കഴിവിൽ ഞാൻ സംതൃപ്തിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഐ വാണ്ട് ടു ബ്രേക്ക് ദ പെർസെപ്ഷൻ. എനിക്കിന്ന് വേണ്ടത് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ എനിക്ക് പറ്റിയൊരു ഏരിയ എന്ന് പറയുന്നത് ഈ സ്പോർട്സ് മേഖലയാണ്. ദെൻ ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ് ആസ് ഇറ്റ് ഓൾസോ കെപ്റ്റ് മീ ഫിറ്റ്, അജൈൽ ആൻഡ് അലേർട്ട്. അപ്പോൾ ഇന്ന് വരെ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഹാപ്പിയാണ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആസ് മച്ച് ആസ് ഐ ക്യാൻ. അടുത്തതായിട്ട് ചോദിക്കുന്നത്, ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന നിലയിൽ നിങ്ങൾക്ക് ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ, ആരെങ്കിലും നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അതിന് ദീപ മാലിക് പറയുന്നത്, ഐ കെയിം ഇൻ ടു ദ വേൾഡ് ഓഫ് സ്പോർട്സ് നോട്ട് വിത്ത് ദ മൈൻഡ് സെറ്റ് ഓഫ് എ സ്പോർട്സ് പേഴ്സണാലിറ്റി. ഒരു സ്പോർട്സ് എന്ന ഒരു മേഖലയിൽ തിളങ്ങുക എന്നതായിരുന്നില്ല എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതിൻ്റെ അപ്പുറത്ത് എനിക്കൊരു സോഷ്യൽ ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു, ഒരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സ്പോർട്സ് മേഖലയിലേക്ക് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ള മറ്റ് പലരാണ്. അതായത് ഒരു സ്പോർട്സ് ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ അറിയപ്പെടാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതായത് ദീപ മാലിക് വെൻ ഐ ഡിഡ്ന്റ് വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ്, ഒത്തിരി ബാരിയേഴ്സൊക്കെ നിറഞ്ഞ ഒരു ടൈം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അതായത് എന്നെ റൈസപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരു ഫെഡറേഷനോ യൂണിയനോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ ഫണ്ട് ഞാൻ തന്നെ കണ്ടെത്തണമായിരുന്നു. അതേപോലെ ഞാനിങ്ങനെ വക്കിൽ വെച്ച് പോകണോ വേണ്ടോ എന്ന് തീരുമാനിച്ച് നിന്ന സമയമുണ്ടായിരുന്നു. അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പോലും ഒരു സ്റ്റാൻഡില്ലാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പം എന്നെപ്പോലെയുള്ളവർ, അതായത് ഇതേപോലെയുള്ള പാരാ അത്ലറ്റ്സ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അതായത് മാം ഹു വിൽ ഹെൽപ്പ് അസ് ടു ഗെറ്റ് വിസ. അവർക്കും ഇതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആരാണ് നമ്മളെ സഹായിക്കാനുള്ളത്,
ആ രീതിയിൽ എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഇതേപോലെയുള്ള കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഫണ്ട് നമ്മൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ? ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തു. അതായത് ഞാൻ ലീഡർഷിപ്പ് എടുക്കണം ഇവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്. എന്നെപ്പോലെയുള്ള മറ്റ് പലരും യങ് ജനറേഷനിലും ഉണ്ട്. അപ്പോൾ അവരെ റൈസപ്പ് ചെയ്തുകൊണ്ട് വരാൻ ഞാനായിട്ട് തന്നെ മുൻകൈ എടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിലാണ്. അതായത് ലീഡർഷിപ്പ് എടുക്കാനും ഞാൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഇൻസ്പയർഡ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ കുട്ടികളുടെ വാക്കുകളായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. I found it very funny that in 2010 a journalist asked me, how do you jump with a parachute that is not even an event in the Commonwealth Games? അടുത്തത് ദീപ മാലിക് ഒരു തമാശയായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. 2010 എന്നോടൊരു ജേർണലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, അതായത് എങ്ങനെ നിങ്ങളൊരു പാരഷ്യൂട്ട് വെച്ച് ചാടും എന്നുള്ളത്. അതായത് കോമൺവെൽത്തിൻ്റെ ഗെയിംസ് അല്ലാത്തൊരു പാർട്ടിൽ നിങ്ങളെങ്ങനെ പങ്കാളിയാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താനൊരു അത്ലറ്റാണ്, പാരാലിമ്പിക്സിൻ്റെ ഒരു പാർട്ടായിട്ടാണ് താനുള്ളത്. അതിനെ പറ്റിയിട്ടൊന്നും ധാരണയില്ലാത്ത ഒരാളാണ് എന്നോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പാരാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ധാരണയില്ലാത്ത ഒരാളായിരുന്നു അത് എന്ന് തമാശയായിട്ട് ഇവിടെ പറയുകയാണ്. I guess that one line kept me in Delhi ever since I have been doing anything and everything I can promote parasports. അപ്പോൾ പിന്നെ പറയുകയാണ്, ഈ പാരാ സ്പോർട്സ്, ഈ ഒരു പാരാ അത്ലറ്റ്സിൻ്റെ ഒരു ഫീൽഡിൽ തന്നെ കൊണ്ടാകുന്ന രീതിയിൽ താൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് താൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിലും സംസാരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് താനിപ്പോൾ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൻ്റെ മുമ്പിൽ താൻ ലീഡർഷിപ്പ് കൊടുത്തത് ശരിക്കൊരു മൂവ്മെൻ്റ് ആണെന്നുള്ള രീതിയിലും താൻ അതിൻ്റെ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ താൻ ഹാപ്പി ആണെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്പോർട്സ് ആക്ടിവിസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ താൻ ഇന്ന് വളരെയധികം ആക്റ്റീവാണ്. ഓക്കെ, അതാണ് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സിൻസ് ദ ടൈം യു സ്റ്റാർട്ടഡ് യു മസ്റ്റ് ഹാവ് ഫേസ്ഡ് പീപ്പിൾ ഹു ഹാവ് ട്രൈഡ് ടു ഡീമോട്ടിവേറ്റ് യു. ഏതൊരു ഫീൽഡിലും ഉണ്ടാവും, ഒരു ആക്റ്റീവായിട്ടൊരു രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒത്തിരി പേരുണ്ടാവും. അതേപോലെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ആരെങ്കിലും ആ രീതിയിൽ വന്നിട്ടുണ്ടോ? തനിക്ക് അതേപോലത്തെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് ക്വിറ്റിംഗ് ഓർ ഗിവിങ് അപ്പ്? അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ ഫീൽഡ് വിട്ട് പോകാനായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് പറയുകയാണ്, എനിക്ക് ഒത്തിരി ചലഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ചലഞ്ചസിനെയൊക്കെ അതിജീവിച്ച് ഇന്നിവിടെ നിൽക്കാൻ കഴിയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ഞാൻ ഒത്തിരി ചലഞ്ചസ് ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മൈ പേരൻസ് ഹാവ് വർക്ക്ഡ് ഹാർഡ് ഓൺ മീ. പക്ഷേ എൻ്റെ പേരൻസ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് എനിക്കുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് റിയോ മെഡൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിസൾട്ടാണ്. ഏതിൻ്റെ? അതായത് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇങ്ങനെ പറയുമായിരുന്നു, അവൾക്ക് പ്രായമായി, വാട്ട് മോർ ഫോർ ഹെർ, ഇനി അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷീ ഹാസ് ഓൾറെഡി ഗോട്ട് ആൻ അർജുന അവാർഡ് അറ്റ് 42 ആൻഡ് ഈവൻ ഇഫ് ഷീ ഗോസ് ടു ദ പാരാലിമ്പിക് ഗെയിംസ് ഷീ വിൽ നെവർ ബി എ മെഡലിസ്റ്റ്. അതായത് അവൾക്ക് ഓൾറെഡി ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇനി അവൾ പാരാലിമ്പിക് ഗെയിംസിൽ പോയി കഴിഞ്ഞാലും അവൾ ഒരിക്കലും ഒരു മെഡലിസ്റ്റ് ആവില്ല, അവൾക്ക് മെഡൽ കിട്ടൂല, ഒരു പാർട്ടിസിപ്പൻ്റ് മാത്രമായിട്ട് തിരിച്ചു വരേണ്ടി വരും എന്ന് ഉള്ള പല കമൻറ്റുകളും എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ചലഞ്ചസ് ആയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഞാനത് ആ മെഡലിനെ കാണുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദിസ് മിഷൻ ദാറ്റ് യു കീപ് ടോക്കിംഗ് അബൌട്ട് എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി? എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ദീപ മാലിക് തന്നെ കണ്ടുപിടിച്ച ഒരു ടേമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് കഴിവില്ലായ്മ, അതായത് ഡിസബിലിറ്റിയിൽ എനിക്കൊരു എബിലിറ്റി കണ്ടെത്താൻ കഴിയുക എന്നുള്ളത്. ദ ടേം വിച്ച് വാസ് കോയിൻഡ് ബൈ മീ, ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണെന്ന് പറയുന്നു.
when I declared one fine day that I want to go and join the world of sports. അതായത് ഞാൻ കായിക ലോകത്തേക്ക് പോകണം എന്ന് തീരുമാനിച്ച ദിവസം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടേമാണ്. എന്ത് വൈകല്യത്തിൻ്റെ അപ്പുറത്ത് എനിക്കൊരു കഴിവുണ്ട് എന്നുള്ളത്. I was asked that at the age of 36 during the nationals in an interview. Why at 36? അതായത് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ എന്നോട് എനിക്ക് അതായത് ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചതാണ് 36-ാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യനോട് കൂടിയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞത് ഇതെൻ്റെ മിഷനാണ്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. എബിലിറ്റി ബിയോണ്ട് ദ ഡിസബിലിറ്റി, കഴിവില്ലായ്മയിൻ്റെ അപ്പുറത്ത് എനിക്കൊരു കഴിവുണ്ട് എന്ന് തെളിയിക്കലാണ് എൻ്റെ ഒരു മിഷൻ. അത് ഞാൻ തെളിയിച്ചു, അതായിരുന്നു എൻ്റെ മിഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഇയർ യു ഫേസ്ഡ് ആൻ ഇൻസിഡൻറ്റ് വെൻ ആൻ എയർലൈൻ ഇൽ-ട്രീറ്റഡ് യു. വാട്ട് ആർ ദ ഹേർഡിൽസ് എ ഡിസേബിൾഡ് സ്പോർട്സ്മാൻ ഫേസസ് ആൻഡ് വാട്ട് നീഡ്സ് ടു ചേഞ്ച്. അതായത് കഴിഞ്ഞ വർഷം അതായത് ഒരു എയർലൈനിൽ നിന്ന് നിങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഫേസ് ചെയ്തു. ശരിക്കും ഒരു വികലാംഗ കായിക താരം എന്ന നിലയിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ഈ സമൂഹത്തിൽ മാറ്റേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറായിട്ട് പറയുന്നത്, അന്ന് നടന്നതൊരു മോശമായിട്ടുള്ളൊരു പെരുമാറ്റമായിരുന്നില്ല, പക്ഷേ വീൽ ചെയറിലുള്ള യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഇല്ലാത്ത കുറേ ആൾക്കാരായിരുന്നു ആ എയർലൈനിൽ ഉണ്ടായിരുന്നത്. അതായത് വിവിധ തരത്തിലുള്ള വൈകല്യങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവിടെയുള്ള ആൾക്കാർക്ക് അതായത് അറിവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. People think that the wheelchairs are meant for those who cannot walk anymore. അതായത് വീൽ ചെയർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് നടക്കാനായിട്ട് ഒട്ടും പറ്റാത്ത ആൾക്കാർക്ക് ഉള്ളതാണ് എന്നാണ് ആൾക്കാരുടെയൊക്കെ ഒരു ധാരണ. They don't realize that the people who cannot walk at all also need a wheelchair because the awareness is less. പക്ഷേ ശരിയായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ നടക്കാൻ പറ്റില്ല എന്ന ആ ഒരു അവരുടെ ഒരു വൈകല്യത്തെ അവർ അംഗീകരിച്ച് അവർ ഒതുങ്ങിക്കൂടാൻ അവർ തൽപരരല്ല. ബാക്കിയുള്ളവരെ പോലെ അവർക്കും ആ ഒരു മൂവ്മെൻറ്റ് അതിൽ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഒരു ചെയറിൽ ഇന്നും പല സ്ഥലങ്ങളിലും കാണുന്നത്. അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അതായത് പ്രോപ്പർ കെയർ അന്നവിടെ കിട്ടാത്തത് കാരണം അവിടെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ശബ്ദമുയർത്തി. അത് കാരണം ഇന്ന് എയർലൈനിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ പ്രോപ്പർ കെയർ ഇന്ന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഞാൻ സന്തോഷവതിയാണ്. പിന്നെ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല. നമ്മളുടെ ഒരു കൺട്രി എന്ന് പറയുന്നത് എന്നും പ്രോഗ്രസീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും ബെറ്ററാണ്. ക്ലെൻലിനെസ്സിൻ്റെ പാർട്ടിലാണെങ്കിൽ എല്ലാം കൊണ്ടും ബെറ്ററാണ്. പക്ഷേ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് വേണ്ടത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന് പറയുന്നൊരു വേൾഡ്, അവരെയും ഈക്വലായിട്ട് കാണാനുള്ളൊരു മനോഭാവം അതും കൂടെ ഡെവലപ്പാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇന്ന് കുറേ പ്രോഗ്രസ്സിലാണുള്ളത്, എന്നാലും ഒരു ഈക്വൽ എന്നുള്ളത് അവർക്കും ഒരു നമ്മളെപ്പോലെ അവരും ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രോപ്പർ കെയർ അവർക്ക് ആവശ്യമാണ്. ആ രീതിയിലൊരു ചിന്തയും കൂടി ഓരോരുത്തരിലും വേണം എന്നാണ് ഇവിടെ ദീപാ മാലിക് പറയുന്നത്. നെക്സ്റ്റായിട്ട് പറയാനുള്ളത്, ഡിസബിലിറ്റി ഡെഫിനറ്റ്ലി നീഡ്സ് എ മച്ച് മോർ ടാർഗറ്റഡ് ഫോക്കസ്. ഇന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് കുറച്ചും കൂടെ ഒരു ഫോക്കസ് വരാനുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസിൽ പബ്ലിക് പ്ലേസസിലൊക്കെ പോകുമ്പോൾ അതായത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഒരു ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ ആ രീതിയിൽ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ബട്ട് വെൻ ദ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് നോട്ട് ഡിസേബിൾഡ് ഫ്രണ്ട്ലി, അപ്പോൾ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഞങ്ങൾക്കത് ഒത്തിരി സന്തോഷമാണ്, ഞങ്ങളത് വിലമതിക്കുന്നതാണ്, ഞങ്ങൾ എന്നും അത് ഓർക്കും. പക്ഷേ ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഞങ്ങളുടെ മൈൻഡിൽ അത് എന്നും ഉണ്ടാവും. അത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ബാക്കിയുള്ള ആൾക്കാരോട്, ബാക്കിയുള്ള സമൂഹത്തോട് കീപ്പ് ചെയ്യാനായിട്ട് കാരണമാകും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഫ്രണ്ട്ലി ആർ അവർ സ്റ്റേഡിയംസ് ഫോർ ഡിസേബിൾഡ് സ്പോർട്സ് പേഴ്സൺസ് ആൻഡ് വാട്ട് ക്യാൻ വി ഡു ഫോർ ദ ബെറ്റർ ദ സിറ്റുവേഷൻ. പിന്നെ ചോദിക്കുന്നത് സ്പോർട്സ് സ്റ്റേഡിയത്തെ പറ്റിയിട്ടാണ്. അതൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സണിന് ഫ്രണ്ട്ലി ആവുന്ന രീതിയിലാണോ ഉള്ളത്?
അപ്പോൾ അതിന് ആൻസറായിട്ട് പറയുന്നത് ഷുവർ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഡൽഹിയിലുള്ളത് പാരാ അത്ലറ്റിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഇതുള്ള സെറ്റിങ്സ് ഒക്കെ ഉള്ളത്. പിന്നെ എന്താണ് പറയുന്നത്, പക്ഷേ ഒരു കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻ്റ് അവിടെ വേണം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അതേപോലെ ഒരു ലിഫ്റ്റ് ആഡ് ചെയ്തായിട്ട്, അതായത് SAI സ്പോർട്സ് സ്ട്രക്ചർ ഗാന്ധിനഗർ ഗുജറാത്തിൽ, അവിടെയും ഇതേപോലെയുള്ള പാരാ അത്ലറ്റ്സിന് ഫ്രണ്ട്ലി ആവുന്ന രീതിയിലുള്ള സൗകര്യം ഏർപ്പെടുത്തിയതായിട്ട് പറയുന്നു. ആൻഡ് വെരി റീസെൻ്റ്ലി ദ ഫസ്റ്റ് ഡിസബിലിറ്റി എക്സലൻസ് സെൻറ്റർ, അത് പാരാ സ്പോർട്സുകാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അത് ഇനോഗ്രേറ്റ് ചെയ്ത കാര്യം ഇവിടെ പറയുന്നു. അതായത് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ആണെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിലും ഡിസബിലിറ്റി, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിൽ കൺസ്ട്രക്ഷൻസൊക്കെ വരുത്തുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ദീപ മാലിക് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒരു കേസാണ്. അതായത് ഇന്ന് നിലനിൽക്കുന്ന ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡിംഗ് ആയിക്കോട്ടെ, റാമ്പുകൾ വേണം. അതായത് വീൽ ചെയറൊക്കെ ഈസി മൂവിങ് ആയിട്ട് പോകാൻ പറ്റുന്ന റാംസ് വേണം. അതേപോലെ ലിഫ്റ്റുകൾ വേണം. വി ക്യാൻ മേക്ക് എ ന്യൂ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിൻറ്റ്സ്, അതായത് ഇവരുടേതായിട്ടുള്ള ഒരു എക്സിറ്റ് ആൻഡ് എൻട്രി പോയിൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നു. വി നീഡ് ഇറ്റ് ടു ബി ബാരിയർ ഫ്രീ, അതായത് എവിടെയും ഞങ്ങൾക്കൊരു തടസ്സം നേരിടാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആർ ദർ ഇനഫ് കോച്ചസ് ഫോർ പാരാ അത്ലറ്റ്സ്? നോട്ട് എവറി കോച്ച് വുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ പാരാ അത്ലറ്റ് ഓർ ദ നെസസിറ്റീസ്. അതായത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോച്ചസ് അവൈലബിൾ ആണോ? ഈ ഒരു ഫീൽഡിലുള്ള നിങ്ങളെപ്പോലുള്ള താരങ്ങൾക്ക് കോച്ചസ് ആവശ്യത്തിനുണ്ടോ? അതേപോലെ അടുത്ത ചോദിക്കാനുള്ളത്, നോട്ട് എവറി കോച്ച് വുഡ് ബി, അതായത് എല്ലാ കോച്ചും നിങ്ങളുടെ ഒരു ഫീലിങ്സ്, നിങ്ങളുടെ ചലഞ്ചസ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവർ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നോ ആണ്. ഞാൻ ഒരിക്കലും പറയുന്നില്ല എല്ലാ കോച്ചസും അത്രമാത്രം ട്രെയിൻഡ് ആണെന്ന്. ഞങ്ങളുടെ ഒരു ഇമോഷണൽ, ഫിസിക്കൽ എബിലിറ്റി അതൊക്കെ കാര്യമായി മനസ്സിലാക്കി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന കോച്ചസ് എന്ന് കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ ഉള്ള പോലത്തെ കോഴ്സുകൾ ഇവിടെയും വേണം എന്നാണ് പറയുന്നത്. അതായത് ഒരു കോച്ചിൻ്റേതായിട്ടുള്ള എല്ലാ സ്കില്ലുകളും ഉണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ ഡിസബിലിറ്റി ലിമിറ്റേഷൻ മനസ്സിലാക്കി പെരുമാറാനും ഞങ്ങളോട് ഗൈഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സ് അവർക്ക് കുറച്ചും കൂടെ വരേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഐ ഗെസ് സം ബയോമെക്കാനിക്സ്, ചില ബയോമെക്കാനിക്സ് അതൊക്കെ ഈ കോച്ചിങ് സ്കില്ലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇന്ന് സഹായിച്ചേക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡു യു പ്ലാൻ ടു ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്? അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? പറയുന്നത്, ഐ ഡെഫിനറ്റ്ലി വാണ്ട് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും ഇവിടെ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് പാനൽ ഓഫ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഐ റൈറ്റ് അബൌട്ട് ഇറ്റ്, ഞാൻ പല കത്തുകൾ അയച്ചിട്ടുണ്ട്. കറൻ്റ്ലി ഞാൻ ഇന്ന് ഒരു ആക്റ്റീവ് സ്പോർട്സ് പേഴ്സണുമാണ്, അതേപോലെ ഒരു ആക്ടിവിസ്റ്റും കൂടിയാണ്. ഞാൻ ഇന്നൊരു പാരാലിമ്പിക് മെഡലിസ്റ്റാണ്. അപ്പോൾ ആ ഒരു പരിഗണന എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I have managed to arrange a bit of funding to open an academy now. ഇവർക്ക് ഞങ്ങളുടെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അക്കാദമി തുടങ്ങാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. അതായത് ബാക്കിയുള്ളവരും ഞങ്ങളുടെ ഒപ്പം നിൽക്കുമെന്ന് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ഐ ക്യാൻ വർക്ക് ഔട്ട് എ മൊഡ്യൂൾ ആൻഡ് സേ, അതായത് ഇവിടെ വെച്ച് ഈ ഒരു അക്കാദമി വെച്ച് ഞാൻ പല കാര്യങ്ങളും പല സർവീസുകളും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദിസ് ഈസ് വാട്ട് വി നീഡ്, ബട്ട് ഫോർ ദാറ്റ് ദർ ആർ സ്റ്റിൽ ടൈം. അതായത് പക്ഷേ ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ലെവലിൽ എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഐ ആം ഡൂയിങ് മൈ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ സ്വയം ചിന്തിക്കാം എന്നുള്ള രീതിയിലൂടെ പറയുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യു ഹാവ് ബീൻ എ റാലി ഡ്രൈവർ, സ്വിമ്മർ ആൻഡ് ഓൾസോ ഫീച്ചേർഡ് ഇൻ ജാവലിൻ ആൻഡ് ഡിസ്കസ്. വൈ ഡു യു ഹിറ്റ് അപ്പ് ഓൺ ഷോട്ട് പുട്ട്? അതായത് ഈ മേഖലകളിലൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. അതായത് റാലി ഡ്രൈവർ, സ്വിമ്മർ ആൻഡ് ഓൾസോ ഫീച്ചേർഡ് ഇൻ ജാവലിൻ. പക്ഷെ എന്തുകൊണ്ട് ഷോട്ട് പുട്ട് എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ള രീതിയിൽ?
അപ്പോൾ അതിൻ്റെ ആൻസർ ബിക്കോസ് ദർ വാസ് നോ ഓപ്ഷൻ. അതായത് എനിക്ക് ഈ ഷോർട്ട് പുട്ട് മേഖലയിലാണ് എനിക്ക് പറ്റിയൊരു ഏരിയ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സമയത്ത് ജാവലിൻ നന്നായിട്ട് ചെയ്യുമായിരുന്നു. ഐ വാസ് സെറ്റിംഗ് റെക്കോർഡ്സ് ആൻഡ് ഹാഡ് റീച്ച്ഡ് വേൾഡ് നമ്പർ 2 സ്പോട്ട് ഇൻ F53 കാറ്റഗറി. അതായത് ഐ ഹാഡ് ഓൾസോ പിക്ഡ് അപ്പ് എ മെഡൽ ഇൻ ഇഞ്ചോൺ ഗെയിംസ് വിത്ത് എ ന്യൂ ഏഷ്യൻ റെക്കോർഡ്. അതായത് പല മേഖലകളിലും ഞാൻ ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സ്പോർട്സ് മേഖലയിൽ, അതായത് ഈ ഒരു ഷോർട്ട് പുട്ട് എന്ന രീതിയിലുള്ളൊരു മേഖലയിൽ ആണ് എനിക്ക് കൂടുതൽ കഴിവ് തെളിയിക്കാനായിട്ട് കഴിഞ്ഞത്. ഹൗവർ ടു മൈ ഹൊറർ, പക്ഷെ എന്തോ ഒരു നിർഭാഗ്യം കാരണം അതേപോലെ സ്വിമ്മിങ്, അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊന്നും ഇതിലുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ പാരാ അത്ലറ്റ്സിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഏത് മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് പുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷോർട്ട് പുട്ട് എന്ന ആ ഒരു ഇതിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവിടെ എൻ്റെ കഴിവ് മാക്സിമം തെളിയിക്കാൻ ഞാൻ ശ്രമിച്ചു. ഐ ഡിമാൻഡഡ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ബട്ട് ഐ ആം ഗ്ലാഡ് ഐ മാനേജ്ഡ് ഇറ്റ്. അതായത് എനിക്ക് ഒത്തിരി ഹാർഡ് വർക്ക് അവിടെ ആവശ്യമായിരുന്നു, പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അതൊക്കെ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. When I qualified for Rio Paralympics in the Doha World Championship in 2015, my throw was barely 3.67 meters. അതായത് റിയോ പാരാലിമ്പിക്സ് ദോഹയിൽ വെച്ച് നടന്ന ആ ഒരു പാരാലിമ്പിക്സിൽ തൻ്റെ ഒരു ത്രോയിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.67 meters ആയിരുന്നു. ഇൻ്റർനാഷണലി ഐ വാസ് റാങ്ക്ഡ് 7th വെൻ ഐ ലെഫ്റ്റ് ഫോർ റിയോ പാരാലിമ്പിക്സ്. അതായത് റിയോ പാരാലിമ്പിക്സിന് പോകുന്ന സമയത്ത് രാജ്യാന്തര തലത്തിൽ ദീപ മാലിക് ഒരു 7th പൊസിഷനിലുണ്ടായിരുന്നു. പിന്നീട് റിയോ പാരാലിമ്പിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെയധികം മികച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു തനിക്ക് കിട്ടിയത്. കാരണം റിയോയിൽ 4.61 meter എന്നുള്ള രീതിയിലൊരു ഇതാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു 11 months ഹാർഡ്ഷിപ്പാണ് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി ദ സ്പോർട്സ് ബഡ്ജറ്റ് വാസ് പാസ്ഡ് ആൻഡ് ദ അലോക്കേഷൻ ഓഫ് ഫിനാൻസ് ഫോർ സ്പോർട്സ് പ്രൊമോഷൻ among the disabled was reduced by 99.75% from 4 crore to 1 lakh. How do you react to that? അതായത് അടുത്തിടെ സ്പോർട്സ് ബഡ്ജറ്റ് പാസ്സാക്കുകയും അതിനകത്തുള്ളൊരു ധനവിഹിതം അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ വികലാംഗരുടെ കായിക പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഫണ്ട് എന്ന് പറഞ്ഞാൽ 99% കുറഞ്ഞത്. അതായത് 4 കോടി എന്നുള്ളത് 1 lakh എന്നുള്ളൊരു ഇതിലേക്ക് വരെ കുറഞ്ഞു പോയി. അതിനോട് താൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറായിട്ട് പറയുന്നത് ദർ ഇസ് സം ആംഫിഗിറ്റി ഹിയർ. അതായത് കുറച്ച് അവ്യക്തമായിട്ടുള്ള കുറേ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് വേണ്ടി പാരാലിമ്പിക്സ്, അതായത് പാരാ സ്പോർട്സിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഫണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ അത് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഇവർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ധനസഹായം ലഭിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഞങ്ങളെപ്പറ്റി കൺസിഡറേഷൻ ഉണ്ട്. അതേപോലെ അലോക്കേഷൻ ഫോർ വിച്ച് ഷുഡ് ഹാവ് ഗോൺ അപ്പ് സബ്സ്റ്റാൻഷ്യലി. അത് ഓരോ വർഷം കൂടുന്തോറും അതിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയും ചെയ്യണം. ദർ ഇസ് എ റിമാർക്കബിൾ ഇൻക്രീസ് ഇൻ ദ ബഡ്ജറ്റ് ഫോർ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഡിസബിലിറ്റി അഫയേഴ്സ് മിനിസ്ട്രി ഓൾസോ. അതായത് ഞങ്ങൾക്ക് ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അതായത് പ്രൈം മിനിസ്റ്റർ ഓഫീസിലും പാരാ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു മേഖലയ്ക്ക് ഒരു പ്രത്യേക പരിഗണന ഇന്നും തരുന്നുണ്ടെന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിച്ച് പോകുന്നു എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ ബിസൈഡ്സ് വിന്നിങ്? ഇപ്പോൾ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഒരു വിജയി എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് എന്താണ്? അപ്പോൾ അതിന് ആൻസറായിട്ട് പറയുന്നത്, മൈ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു സീ ഇന്ത്യ, എവറി കോർണർ ഓഫ് ഇന്ത്യ അബ്സല്യൂട്ട്ലി ആക്സസിബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ. ഞങ്ങളെപ്പോലെയുള്ള പാരാ അത്ലറ്റിക്സിന് ഇന്ത്യയുടെ ഏത് ഭാഗത്തും ഏത് മുക്കിലും മൂലയിലും ഈസി ആയിട്ട് ഞങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് കഴിയുക, ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നയങ്ങൾ എപ്പോഴും രൂപീകരിക്കുക. വെൻ ഐ സേ ഐ റെപ്രസെൻറ്റ് സ്പെഷ്യലി ഏബിൾഡ് കമ്മ്യൂണിറ്റി. അതായത്
ഞങ്ങളെ സ്പെഷ്യലി ഏബിൾഡ് കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുക. ദേ ഷുഡ് ബി ഗിവൺ ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് തരിക, ജോലിയിലാണെങ്കിലും പല മേഖലകളിൽ ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തരിക. ഫ്രീഡം ടു എക്സസൈസ് എനി ഹോബി. ഏത് മേഖലയിലും ഞങ്ങൾക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുന്നൊരിടം ഒരുക്കുക. എനി ഔട്ട്ഡോർ ആക്ടിവിറ്റി, എന്ത് ജോലി എല്ലാത്തിനും ഞങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു ഇത് ഉണ്ടാകരുത്. അതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. പിന്നെ വെൻ ഐ സേ ഫ്രീ, എവിടെയും ഫ്രീ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യലി ഫ്രീ അല്ല, ബട്ട് വിത്ത് ഈസ്. ഞങ്ങൾക്ക് ആ രീതിയിലൊരു ഈസിനെസ് ഞങ്ങളുടെ മൈൻഡിൽ തോന്നണം. ബാരിയർ ഫ്രീ, തടസ്സമില്ലാത്ത ഒരു സമൂഹം, അതാണ് ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഞങ്ങളുടെ ഹ്യൂമൻ മൈൻഡിൽ ഞങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട്, ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അങ്ങനെയായിരിക്കണം. ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കുന്ന രീതിയിൽ ആയിരിക്കണം ഞങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്.